തിരഞ്ഞെടുപ്പിലും തുഷാറിന് താങ്ങും തണലുമാണ് ഭാര്യ ആശ തുഷാർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകം കളത്തിലിറങ്ങിയ ആശ വോട്ടുകൾ ഉറപ്പാക്കാൻ സ്ഥാനാർത്ഥിയേക്കാൾ വേഗത്തിലാണ് പ്രചാരണം. തുഷാർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ മണ്ഡലത്തിൽ വ്യക്തിപരമായി ആളുകളെ കണ്ടു തുടങ്ങിയതാണ് ആശ. ഭർത്താവിന്റെ വിജയത്തിനായി എല്ലാ തിരക്കുകൾക്കും അവധി നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് തിരുനക്കരയിലേക്ക് തുറന്ന ജീപ്പിൽ നടന്ന പര്യടനത്തിൽ ജീപ്പിന്റെ ഇടതുവശത്ത് ആശയുമുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും തുഷാറിന്റെ വാമഭാഗം പോലെ. ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അതായത് പിന്നെ റോഡ് ഷോ തുടങ്ങിയില്ലേ, ഇവിടെ ലോഞ്ചിങ് പരിപാടി മുതൽ ഇവിടെ ഉണ്ട്. എല്ലാ ദിവസവും കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. ഒത്തിരി കൊച്ചു കൊച്ചു മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് തോന്നിയത് നമുക്കിവിടെ. അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ച് ഇതിൻ്റെ കൂടെയുള്ളവരൊക്കെ എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെതായ വ്യത്യാസം കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ വാഗ്ദാനങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അതൊക്കെ തുഷാറിന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന നിലയിൽ എല്ലാ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നു. ഇതിനോടകം മണ്ഡലത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ആശ ഓടിയെത്തി. വ്യക്തിബന്ധം വോട്ടാക്കാനുള്ള പരമാവധി ശ്രമം. 3 പുരുഷ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ അതിലൊരു സ്ഥാനാർത്ഥിയുടെ ഭാര്യ നേരിട്ട് വോട്ട് ചോദിക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്. കടന്നു പോകുന്നിടങ്ങളിലെല്ലാം വീട്ടിലൊരംഗത്തെ പോലെ വോട്ടർമാർ പെരുമാറുന്നതാണ് ആശയുടെ കോൺഫിഡൻസ്. ഗവൺമെന്റ് വരുന്നു, അതിന് നമുക്ക് കോട്ടയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവസരം ചോദിക്കാനാണ്. നല്ല പ്രതികരണം, നല്ല പ്രതികരണം. പോയിരുന്നു അതുകൊണ്ടല്ല, ഞാനിവിടെ കുറച്ച് ഒരാഴ്ച കൂടുതലായി. ഒന്നുമില്ല, ജസ്റ്റ് തുഷാറിന്റെ ഒരു വൈഫ് എന്നുള്ള രീതിയിൽ എല്ലാവരോടും രാഷ്ട്രീയപരമായോ സമുദായപരമായോ ഞാനൊന്നില്ല. രാവിലെ 8 തുടങ്ങും. വനിതാ പ്രവർത്തകർക്കൊപ്പം പര്യടനം അവസാനിക്കുമ്പോൾ രാത്രി ഏറെ വൈകും. ഇന്നലെ പുളിമൂട് സിൽസിലെത്തി ജീവനക്കാരുമായി സംസാരിച്ചു. അവരുടെ കരം പിടിച്ച് സഹോദരിയെ പോലെ സംസാരിച്ചു. സ്ഥാനാർത്ഥികൾ പലരും വന്നെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഭാര്യ വോട്ട് ചോദിക്കാനെത്തിയത് അവർക്കും പുതിയ അനുഭവമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.